ഇതുണ്ട് ആ മുകളിൽ കാണുന്ന പ്രദേശമൊക്കെയാണ് ആദ്യമായിട്ട് ഉരുൾ പൊട്ടിയത്. അവിടെ നിന്നാണ് വെള്ളം കുത്തിയൊലിച്ച് ഇങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെ പുറകിലായിരുന്നു ആ മസ്ജിദ്. ആ ഒരു പോക്കോയിൽ കാണുന്ന ഭാഗം, ഫാക്ടറിയുടെ ഭാഗത്തായിരുന്നു മസ്ജിദ് ഉണ്ടായിരുന്നത്. ആ പ്രദേശം മുഴുവനാണ് ഇങ്ങോട്ട് എടുത്തു പോകുന്നത്. ഇവിടുന്ന് ഒരു 100-150 മീറ്റർ അപ്പുറത്ത് ഈ സ്കൂളിൻ്റെ പുറകു ഭാഗം വലിയൊരു സ്കൂളായിരുന്നു കേട്ടോ. ഒരു പ്രദേശം മുഴുവൻ ആ സ്കൂള് തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രദേശമൊക്കെ, ഇതിൻ്റെ അടിയിലൊക്കെ ആൾക്കാരുടെ ശവശരീരം കിടക്കുന്നതുകൊണ്ട് ബോഡി പാർട്സ് ഉണ്ട്. അതാണ് ഇങ്ങോട്ട് ആരെയും കടത്തിവിടാതെ നിയന്ത്രിച്ചിരിക്കുന്നത്. അപ്പോൾ ശരി, നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ബെയിലി പാലത്തിലൂടെ നമ്മൾ പതിയെ നീങ്ങുകയാണ്. പുതിയൊരു പാലം വരുന്നിടം വരെ ആളുകൾക്ക് ഇതാണ് ഉപയോഗത്തിന് പറ്റുന്നത്. പുതിയൊരു പാലം പണി ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ വേലിപ്പാലം വെച്ച് കഴിഞ്ഞാൽ പിന്നെ താൽക്കാലിക പാലം തീരുന്നിടം വരെ ഇത് ഒടിഞ്ഞു വീണാലേ അടുത്ത പാലം ഉണ്ടാക്കത്തുള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ ശരി, നമ്മളിപ്പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. പിന്നീട് അടുത്തോട്ട് ചെല്ലണം. ഇവിടെ വരുന്ന പലരും ടൂറിന് വന്ന പോലെ ഇറങ്ങി നിന്നിട്ട് നടുക്കോട്ടങ്ങ് പോവുകയാണ്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ വന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് ടൂറിന് ഇറങ്ങിയ പോലെ പുഴയും നീന്തി കിടന്ന് അക്കരെ പോയി അമ്പലത്തിൻ്റെ പ്രധാന ഏരിയയിലൊക്കെ കയറി ചുമ്മാ ചവിട്ടി നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ചൊരു ബോധം. ഇതുണ്ട് ആ മുകളിൽ കാണുന്ന പ്രദേശമൊക്കെയാണ് ആദ്യമായിട്ട് ഉരുൾ പൊട്ടിയത്. അവിടെ നിന്നാണ് വെള്ളം കുത്തിയൊലിച്ച് ഇങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെ പുറകിലായിരുന്നു ആ മസ്ജിദ്. ആ ഒരു പോക്കോയിൽ കാണുന്ന ഭാഗം, ഫാക്ടറിയുടെ ഭാഗത്തായിരുന്നു മസ്ജിദ് ഉണ്ടായിരുന്നത്. ആ പ്രദേശം മുഴുവനാണ് ഇങ്ങോട്ട് എടുത്തു പോകുന്നത്. ഇവിടുന്ന് ഒരു 100-150 മീറ്റർ അപ്പുറത്ത് ഈ സ്കൂളിൻ്റെ പുറകു ഭാഗം